ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ രാവിലെ വെറുതെ ആലോചിച്ച് സമയം കളഞ്ഞിട്ടാ. വേറെ ഒന്നല്ല, ചോറ് വെക്കണോ വേണ്ടേന്ന് ആലോചിച്ച്. കുറച്ച് ചോറ് ഇരിക്കുന്നുണ്ട്, പക്ഷെ അത് ചേട്ടായിക്ക് കൊടുത്തു വിട്ടാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് തികയില്ല. അപ്പോൾ വലുതിൽ വെക്കണോ ചെറുതിൽ വെക്കണോ എന്ന് ആലോചിച്ച് ഉള്ള സമയം കളഞ്ഞ അവസാനം ഞാൻ ചെറിയ കുക്കറിൽ അരി അടുപ്പത്തിട്ടാ. നോക്കുമ്പോൾ എന്താ എങ്ങനെയായാലും എപ്പോഴായാലും ഞാൻ തന്നെ വെക്കണ്ട. അപ്പോൾ രാവിലെ തന്നെ അരി അടുപ്പത്തിടാന്ന് വെച്ചു. അപ്പോൾ ഗ്യാസ് അങ്ങോട്ട് മാറ്റണത് ഒന്നാമത് കുഞ്ഞു കുക്കറിൽ വെച്ച് ചോറ് വേവാൻ ഭയങ്കര പാടാ. അപ്പോൾ വലുതിലും കൂടി പെട്ടെന്ന് വിസിൽ വന്നിട്ട് ചോറ് വേവില്ല. അതാണ് ഞാൻ ചെറുതിലേക്ക് മാറ്റി വെച്ചേട്ടാ. പിന്നെ ഇന്ന് കറിയായിട്ട് മുട്ട തിളപ്പിക്കാന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് എല്ലാവർക്കും പൂജവെപ്പിൻ്റെ മുടക്കാണല്ലോ അല്ലേ. എനിക്ക് പൂജവെപ്പ് എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരെയും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അന്നായിരിക്കും കറക്റ്റ് ആ 3 ദിവസത്തെ മുടക്കിൻ്റെ സമയത്തായിരിക്കും സ്കൂളിൽ ധ്യാനം പോലെയൊക്കെ ഇല്ല, ഇങ്ങനെ ചെറിയ കളികളൊക്കെ ആയിട്ട് അത് വെക്കുക. അപ്പം എനിക്ക് എപ്പോൾ പൂജവെപ്പ് എന്ന് പറഞ്ഞാൽ അത് ഓർമ്മ വരാട്ടാ. പിന്നെ 3-ാമത്തെ ദിവസം അവരും കൂടി വരും കേട്ടോ, ഹിന്ദുസും കൂടി വരും. അപ്പോൾ ഒന്നുകൂടി സന്തോഷം. അല്ലാത്ത ദിവസം പോകാൻ മടിയാവും. ഇപ്പം അതാലോചിക്കുമ്പോൾ എന്താ അല്ലേ. അതൊക്കെ ഒരു കാലം. പിന്നെ ഇതെന്ന് ഞാൻ പതിവില്ലാണ്ട് കാപ്പിയായിട്ട് കുടിച്ചേ. പിള്ളേർക്ക് വയ്യാത്ത കാരണം എനിക്കും തൊണ്ടയിൽ ചെറുതായിട്ട് കിച്ച് കിച്ച് വരുന്നുണ്ട്. അപ്പം ഞാൻ കാപ്പി കുടിച്ച് ചിയാസിഡ് കുടിക്കാനും മടിയായി. പിന്നെ ഇതേ കയ്യോടെ നൂലപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇന്നലെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു നൂലപ്പാക്കാം, മുട്ടക്കറി മതി എന്നൊക്കെ. അപ്പോൾ ഇത് നൂലപ്പം വെച്ച് അതിൻ്റെ ഇടയിൽ കൂടെ ചേട്ടായിക്ക് ചോറാക്കി മുട്ട തിളപ്പിച്ചതും വെച്ചിട്ടാ. അപ്പോൾ എനിക്കൊരു വിഷമം, മുട്ട തിളപ്പിച്ചതും മാത്രമല്ല ഉള്ളൂ, മീനും ഉണ്ടായിരുന്നില്ല. ഇന്നലെ വന്നപ്പോൾ മീനൊന്നും കിട്ടില്ല. അപ്പോൾ ഞാൻ വേഗം തട്ടിക്കൂട്ടി ഒരു ചമ്മന്തി ഉണ്ടാക്കി. ജസ്റ്റ് ചുവന്നുള്ളി ചതച്ച് ഉപ്പ് വിനാഗിരിയും അതുപോലെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചൊരു ചമ്മന്തി ഉണ്ടാക്കി. പിന്നെ നേരം പോകുന്നു, ഞാൻ പറഞ്ഞില്ലേ നൂലപ്പം ഉണ്ടാക്കുന്ന നേരം പോകും. അപ്പോൾ ചേട്ടായിൻ്റെ കയ്യിൽ തേങ്ങാപ്പാലിൽ പഞ്ചസാര കലക്കാൻ കൊടുത്തിട്ട് ഞാൻ അവസാനത്തെ നൂലപ്പം എടുത്തേട്ടാ. പിന്നെ ഈ നൂലപ്പം തേങ്ങാപ്പാലും കൂടി നിങ്ങൾ കഴിച്ചിട്ടുണ്ട്, പഞ്ചസാര ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ. ഒരു വട്ടം കഴിച്ചു നോക്കണേ. പിന്നെ ഞാനും ചേട്ടായും കൂടി ഇരുന്ന് ചായ കുടിച്ചു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.